നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രമ്യ രാധാറാം. ലക്കി വൈറ്റ് ഓൾ എഴുത്തുമുഖം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എഴുത്തുമുഖം പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നോവലാണ്. നോവലിൻ്റെ പേര് ഞാൻ ശ്രേയ പ്രിയദർശിനി. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് മുളൂട്ടി സരസ്വതിദാസ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ശശികല വിമൽ എന്ന എഴുത്തുകാരിയാണ്. ഈ നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആത്മകഥാംശം നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവൽ തന്നെ പറയാം. ശ്രേയ പ്രിയദർശിനി എന്ന ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾ ഒരു ഡയറി കുറിപ്പിൽ എന്ന പോലെയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏകദേശം 13 കഥകൾ ആയിരുന്നു, 13 ചാപ്റ്റേഴ്സ് അധ്യായമായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലെയിനായിട്ട് വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ട്വിസ്റ്റുകളും ഒന്നുമില്ലാത്ത വിധത്തിൽ വളരെ നിഷ്കളങ്കമായി എഴുതി തീർത്തിരിക്കുന്ന ഒരു നോവലായിട്ട് മനസ്സിലായി. പക്ഷെ വളരെ മനോഹരമായി എഴുത്ത്, നല്ല കഥ. നമ്മൾ കുറേ ആശയങ്ങൾ എഴുത്തുകാരിക്ക് പങ്കുവച്ചു. അതിലെ ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരി അതെല്ലാം ഉൾക്കൊണ്ട് അതിന് മാറ്റം വരുത്തി നിറയെ ട്വിസ്റ്റുകളുമായി അതിമനോഹരമായി നമ്മുടെ ചിന്തകൾക്ക് അതീതമായി അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് 17 അധ്യായത്തിൽ പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിൽ നൽകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നിയത്. എഴുത്തുകാരുടെ രചനാ വൈഭവത്തെ എത്ര പ്രശംസിച്ചാലും കഴിയില്ല. സ്വതസിദ്ധമായ ശൈലിയിൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുത്തുകാരി ഈ കഥ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മളതിലൊരു മാറ്റവും വരുത്തിയില്ല. എഴുത്തുകാരുടെ തനത് ശൈലി, അതിലൊരു ഐഡൻറ്റിറ്റി എഴുത്തുകാരിക്ക് കിട്ടണമെന്ന് നമുക്കൊരാഗ്രഹം തോന്നിയത് കൊണ്ട് തന്നെ പല വാചകങ്ങളും, നമ്മൾ കൊളോക്കിയലായി വന്നിരിക്കുന്ന വാചകങ്ങളൊന്നും തന്നെ നമ്മൾ മാറ്റം വരുത്താതെ തന്നെ അങ്ങനെ തന്നെ പുസ്തകത്തിൽ കീപ്പ് ചെയ്തു ഞങ്ങൾ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഡൽഹി പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മനോഹാരിത സമാൽക്ക എന്ന സ്ഥലത്തെയും കപസറ എന്ന മനോഹരമായ പ്രദേശത്തെയും വളരെ മനോഹരമായിട്ടാണ് എഴുത്തുകാരി തൻ്റെ നോവലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പുസ്തക വായനയിലൂടെ കിട്ടുന്നതാണ്. ശരിക്കും ഈ കഥാപാത്രങ്ങൾ നമുക്ക് പരിചയമുള്ളവരാണെന്ന് തോന്നുവാണെങ്കിൽ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇതൊരു പ്രണയകഥയോ കുടുംബചരിത്രമോ മാത്രമല്ല, സാമൂഹിക അവബോധത്തിൻ്റെ മറവിൽ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത പരിശോധിക്കുന്ന സാഹിത്യ ശ്രമം കൂടിയാണ്. സ്ത്രീയുടെ സ്വതന്ത്ര ചിന്ത, കുടുംബം, ലോകം, സ്ത്രീകൾ പോരാട്ടം നടത്തുന്നത് ഈ നോവലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മനുഷ്യഹൃദയത്തിൻ്റെ ആന്തരികതകളെ മനോഹരമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും നാളത്തെ പ്രതീക്ഷകളും ഇന്നത്തെ വാസ്തവങ്ങൾക്കുമിടയിലെ സംഘർഷങ്ങൾ അവതരിപ്പിക്കുകയുമാണ് ശ്രേയ പ്രിയദർശിനി എന്ന നോവലിലൂടെ എഴുത്തുകാരി. ശ്രീമതി ശശികല വിമൽ ഏകദേശം 50ഓളം രചനകൾ നിരവധി ആന്തോളജികളിലും ആനുകാലികങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലാണ് എഴുത്തുകാരി താമസിക്കുന്നത്. എഴുത്തുകാരുടെ പ്രഥമ നോവലാണ് ഞാൻ ശ്രേയ പ്രിയദർശിനി. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. പോകാം വീഡിയോയിലേക്ക്. പ്രിയരെ, നമസ്കാരം. ഞാൻ ശശികല വിമൽ. മുളൂട്ടി സരസ്വതിദാസ് എന്ന തൂലികയിൽ കഥയും കവിതകളും കുറിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പ്രഥമ പുസ്തകമായ ഞാൻ ശ്രേയ പ്രിയദർശിനിയെക്കുറിച്ച് പരിചയപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുസ്തകം ഇറക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പല പുസ്തകം പബ്ലിക്കേഷൻസുമായിട്ട് സംസാരിച്ച് നോക്കി. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടു. അപ്പോഴാണ് ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷൻസിനെ പരിചയപ്പെടുന്നത്. എൻ്റെ പുസ്തകമായ ഞാൻ ശ്രേയ പ്രിയദർശിനി ലക്കി വൈറ്റ് പബ്ലിക്കേഷൻസിലൂടെയാണ് പ്രകാശിതമായത്. അപ്പോൾ ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷൻസിൽ ഞാൻ പരിചയപ്പെടുന്നത് തപാൽ കവിതകൾ, ലവ് ലെറ്റേഴ്സ് തപാൽ കവിതകൾ 150ാമത് പോസ്റ്റൽ ഡേ സെലിബ്രേഷൻ സംബന്ധിച്ച് ഇറക്കിയ തപാൽ കവിതകൾ ആന്തോളജി കവിതാ സമാഹാരത്തിൽ ഞാനും പങ്കെടുത്തു. അതിൽ നിന്ന് എനിക്ക് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭ്യമായി. അപ്പോഴാണ് ലക്കി വെയ്റ്റ് പബ്ലിക്കേഷൻസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. 20ഓളം
ലോക റെക്കോർഡുകൾ ലഭ്യമായതും നല്ല അടുക്കും ചിട്ടയോടുമുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ എഡിറ്റേഴ്സും വളരെ നല്ല പെരുമാറ്റവും എല്ലാം ആണെന്ന് എനിക്കതിലൂടെ മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ലക്കി വെയിറ്റ് പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്ററായ രമ്യ രാധാറാമുമായിട്ട് സംസാരിച്ചത്. മാഡം എനിക്ക് നല്ല രീതിയിൽ നോവൽ ഇറക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും പിന്നെ രേഷ്മ മാഡമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരുമായിട്ട് സംസാരിച്ച് ചർച്ചകളിലൂടെയും ഒക്കെയാണ് എൻ്റെ നോവൽ പുറത്തിറങ്ങിയത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ഭാഗങ്ങൾ എഴുതുമ്പോഴും രമ്യ മാഡം കൂടെ തന്നെ അത് വായിക്കുകയും അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെ തെറ്റുകൾ തിരുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ഒരു യാത്രാനുഭവം, കൂടെ ഒരാൾ നമ്മളൊപ്പം സഞ്ചരിക്കുന്ന, വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി നമുക്കൊപ്പം സഞ്ചരിച്ച് എഴുത്തിനായിട്ട് അതിൽ കൂടെ ആ ഒരു സന്തോഷം നമുക്ക് ഒരു 5-6 മാസത്തെ പ്രയത്നം കൊണ്ടാണ് എൻ്റെ നോവൽ പുറത്തേക്ക് ഇറങ്ങിയത്. ആദ്യം ഞാൻ 13 ഭാഗങ്ങളിൽ നിർത്തിയതായിരുന്നു. അപ്പോൾ രമ്യ മാഡം അതല്ലാതെ കുറച്ചും കൂടെ നീട്ടണം എന്നും പറഞ്ഞ് ഓരോ ഭാഗങ്ങളും ഓരോ അതിൻ്റെ ട്വിസ്റ്റ് തന്നെ മാറ്റി അങ്ങനെയാണ് അത് 17 ഭാഗങ്ങളിലൂടെ ആണ് എൻ്റെ നോവൽ അവസാനിക്കുന്നത്. ഓരോ ഭാഗങ്ങളും മാഡം ഹൃദിസ്ഥമാക്കി എന്നുള്ളതാണ് അതിൻ്റെ എനിക്കുണ്ടായ സന്തോഷം. റൈറ്റർ എന്ന നിലയിൽ എഡിറ്റർ അത്രയും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അങ്ങനെ ഇനിയും ലക്കി വെയിറ്റ് പബ്ലിക്കേഷൻസിൽ എഴുതണമെന്ന് തന്നെ നമുക്ക് തോന്നും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ കൂടെ നിന്നത്. നല്ല സഹകരണം, നല്ല സ്നേഹം, നമുക്കൊപ്പം നിന്ന് ഒരു നോവൽ ഇറക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ലക്കി വെയിറ്റ് പബ്ലിക്കേഷൻസിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. മനോഹരമായ ഒരു യാത്രയായിരുന്നു, എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു യാത്രയായിരുന്നു ഈ നോവൽ എഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ നോവൽ ഞാൻ ശ്രേയ പ്രിയദർശിനിയെ കുറിച്ചും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ശ്രേയ പ്രിയദർശിനി ഒരു ഡൽഹി പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയ നോവലാണ്. ഡൽഹിയിലെ സമാൽക്ക എന്ന ഗ്രാമത്തിൽ ജീവിച്ചു പോന്ന 2 സ്ത്രീ കഥാപാത്രങ്ങളെ ആണ് ആസ്പദമാക്കിയിരിക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്ന നോവലാണ്. അവരുടെ കൂട്ടുകാർ, അവരുടെ അയൽവാസികൾ, കൂടുതലും എല്ലാവരും സ്ത്രീകളുടെ ആയിട്ടുള്ളവരുടെ ആണ് നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ ഡൽഹിയിലെ മഞ്ഞ്, കാലാവസ്ഥ, അതൊക്കെ, പിന്നെ കാഴ്ചകൾ എല്ലാം കൂടുതൽ അറിയാൻ കഴിയും. ശ്രേയ എന്ന ഡോക്ടറായ ശ്രേയയുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. ശ്രേയ അവളുടെ അച്ഛനിലേക്ക് എത്തിപ്പെടുന്ന കഥ. അവളും അമ്മയും അവരുടെ കുടുംബമായിട്ട് കഴിയുന്ന ഒരു കുടുംബ പശ്ചാത്തലമുള്ള നോവലാണ്. വെറും സാധാരണ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അധികം നമ്മുടെ എല്ലാവർക്കും മനസ്സിലാകുന്ന പച്ച മലയാള ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതലും സംസാര ഭാഷ, സാഹിത്യ ഭാഷ അധികം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നോവൽ എല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ പ്രോത്സാഹിപ്പിക്കണം. ശ്രേയയും അമ്മയെയും കൂടുതൽ അറിയാൻ കഴിയും നോവൽ വായിച്ചാൽ. യാത്രാസുഖമുള്ള ഒരു നോവലാണ്. ഡൽഹിയിലെ കാഴ്ചകൾ നോവലിലൂടെ എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ മനോഹരമായ എൻ്റെ നോവൽ ഞാൻ ശ്രേയ പ്രിയദർശിനി നിങ്ങൾ ഓരോരുത്തരും വായിക്കുകയും എഴുത്തിൽ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സ്നേഹപൂർവ്വം.